ഹലോ എവറി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എഡ്ഫിൽ ലേണിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി സൈക്കോളജി നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സാണ് എൻലൈറ്റ് എന്നുള്ളത്. വാട്സപ്പ് ത്രൂ ആണ് കോഴ്സ് ഉള്ളത്. അതിലെ 5ാമത്തെ യൂണിറ്റ് 5 ആണ് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ അറ്റൻഷൻ ഡിസ്കസ് ചെയ്തു, മെമ്മറി ഡിസ്കസ് ചെയ്തു, ഇനി സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്നുള്ള ഭാഗം ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏകദേശം 8 ക്വസ്റ്റ്യൻ പേപ്പറുടെ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പെർസെപ്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട്. സെൻസേഷൻ ചോദിച്ചിട്ടില്ല എന്നല്ല, പെർസെപ്ഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഇറക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഫ്ലുവൻസസ് പെർസെപ്ഷൻ. പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ് കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? 2025 ജൂണിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ അറ്റൻഷൻ, രണ്ടാമത്തത് പാസ്റ്റ് എക്സ്പീരിയൻസ്, മൂന്നാമത്തത് സെൻസറി അഡാപ്റ്റേഷൻ, നാലാമത്തത് ലാംഗ്വേജ്. ഇതിൽ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് താഴെ കൊടുത്തതിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒന്ന് DNC, ANB, DB and C, AB and D. സോ നിങ്ങളെ ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ പെർസെപ്ഷനൊക്കെ നമ്മൾ സൈക്കോളജിയുടെ ബേസിക്സ് മുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്ന ഓപ്ഷൻസ് കൊടുക്കുമ്പോഴാണ് കുറച്ച് ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കുറച്ചൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വെബേഴ്സ് ലോ, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനിൽ പെർസെപ്ഷനായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് വെബേഴ്സ് ലോ എന്നുള്ളത്. അതിൽ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ I ബൈ I ഈസ് ഈക്വൽ ടു K. ഇതാണ് ഇക്വേഷൻ. അതിൽ ഡെൽറ്റ I സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2022 ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് നോട്ടീസബിൾ ഡിഫറൻസ് ആണോ, പോയിന്റ് ഓഫ് സബ്ജക്റ്റീവ് ഈക്വാലിറ്റി ആണോ, കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ ആണോ, ഡിഫറൻഷ്യൽ ത്രഷോൾഡ് ആണോ? എന്താണ് ഡെൽറ്റ I കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2022 ഒക്ടോബർ മാസത്തിൽ നടന്ന നെറ്റ് എക്സാമിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വെബേഴ്സ് ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഫ്ലുവൻസ് ദ പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് താഴെ കൊടുത്തത് ഏതൊക്കെയാണ് നോക്കാം. അതിൽ എന്താണ് പെർസെപ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഗിബ്സണിൻ്റെയും കോഫ്കയുടെയും 2 ഡെഫിനിഷൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. Perception is the organization of sensory data into a whole which gives meaning to our experiences. ഗിബ്സന്റെ എന്താണ്? Perception is the process of obtaining information from the environment directly without the need for elaborate cognitive processing. സോ ആകത്തുക ഇവരുടെ 2 പേരുടെയും ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പെർസെപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് ഗിവിങ് മീനിങ് ടു സെൻസറി ഇൻഫർമേഷൻ. നമ്മൾ ഈ ഭൂമിയിൽ, ഈ വേൾഡിലുള്ള എല്ലാ സെൻസറി ഇൻഫർമേഷൻസിനും അതിനെ ഓർഗനൈസ് ചെയ്യുക, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, ആൻഡ് അതിന് മീനിങ് കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പെർസെപ്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലോയിങ് ആസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് ദ എൻവയോൺമെൻറ്റ്. കാരണം നമ്മളൊരു എൻവയോൺമെൻറ്റിൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യത്തെ സെൻസറി ഇൻഫർമേഷൻ മാത്രം ലഭിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ എന്ത് ചെയ്യണം? പെർസെപ്ഷനും കൂടി നടക്കണം. എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഈ എൻവയോൺമെൻറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും പറ്റുള്ളൂ. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് പെർസെപ്ഷൻ എന്ന് പറയാൻ സാധിക്കുന്നത്. Perception is our process of organizing and interpreting sensory information to understand the environment. നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം കണ്ടന്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് റിസീവിങ് ദ ഡാറ്റ. ഡാറ്റ റിസീവ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമല്ല നടക്കുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് മേക്കിംഗ് സെൻസ് ഓഫ് ഇറ്റ്. അതിനെന്ത് ചെയ്യുന്നുണ്ട്? സെൻസും കൂടെ ചെയ്യുന്നുണ്ട്. സെവറൽ ഫാക്ടേഴ്സ് ഷേപ്പ് ദിസ് സെൻസ് മേക്കിംഗ് പ്രോസസ്സ്. അങ്ങനെ ഈ ഒരു സെൻസ് മേക്കിംഗ് പ്രോസസ്സ് അഥവാ നമ്മൾ ആ സെൻസറി ഇൻഫർമേഷനെ നമ്മൾ പെർസീവ് ചെയ്യുന്നത് വ്യത്യസ്ത ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കാം. നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിസ്കഷൻ അങ്ങനെ കൊണ്ടുപോകാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ഹൗ ഈച്ച് ഓപ്ഷൻ എഫക്ട് ദ പെർസെപ്ഷൻ. നമ്മൾ നേരത്തെ PYQൽ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് ഏതൊക്കെ ഓപ്ഷനാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ചെയ്യാത്തത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഒന്നാമത്തത് ഓപ്ഷൻ എ എന്താണ്? അറ്റൻഷൻ ആണ്. Attention, this is the crucial because we are constantly bombarded with sensory information.
കാരണം അറ്റൻഷൻ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അറ്റൻഷൻ ആക്ട്സ് ലൈക്ക് എ ഫിൽറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫിൽറ്ററും അതിൻ്റെ ഫിൽറ്റർ മോഡലും അതിൻ്റെ അറ്റൻഷൻ്റെ പ്രോസസ്സും അതിൻ്റെ തിയറീസും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അലോ ടു ഫോക്കസ് ഓൺ എ സ്പെസിഫിക് സ്റ്റിമുലൈ വൈ ignoring others. What we pay attention to directly influences what we perceive. For instance, if you are looking for a friend in a crowd, your attention is directed, shaping what you see. സോ കോക്ടെയിൽ പാർട്ടി എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം അറ്റൻഷന് നമ്മുടെ പെർസെപ്ഷൻ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അറ്റൻഷൻ. നമ്മൾ അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻസ് ചെയ്യുന്നതും നമ്മളത് പെർസീവ് ചെയ്യുന്നതും. സോ അറ്റൻഷൻ എന്താണ്? നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ആണോ? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാനാണ് എന്ന് പറയുമ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് താഴെ, അതിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിലെന്ത് ചെയ്യാം, നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? അറ്റൻഷനാണ്. അപ്പോൾ എന്താണ് അറ്റൻഷൻ? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ട് നോക്കാം. സോ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? പാസ്റ്റ് എക്സ്പീരിയൻസ്. അല്ലേ, നമ്മൾ സെൻസേഷൻ പറയുമ്പോൾ ഒരു പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലെങ്കിലും പെർസെപ്ഷൻ പറയുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഫാക്ടറാണ് പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളത്. കാരണം എന്താ, അവർ ഹിസ്റ്ററി പ്രൊഫൗണ്ട്ലി ഇമ്പാക്ട്സ് പെർസെപ്ഷൻ. Our memories, learning and previous encounters create mental frameworks or schemas. These frameworks help us interpret new sensory information based on what we already know. For example, a child bitten by a dog. ഒരു നായയുടെ ഒരു കടിയായിട്ട് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇനി എല്ലാ നായകളെ കാണുമ്പോഴും ആ കുട്ടിക്ക് ആ ഒരു തരത്തിലുള്ള ചിന്താഗതി ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? ആ നായ കടിക്കും, അല്ലെങ്കിൽ എല്ലാ നായകളും ഡേഞ്ചർ ആണ് എന്നുള്ളത്, നായ ഹാംലെസ് അല്ല, ഫ്രണ്ട്ലി ആണ് എന്നുള്ള ഒരു തോട്ട് എന്ത് ചെയ്യില്ല, ആ കുട്ടിക്ക് വരില്ല. സോ നമ്മളെ പാസ്റ്റ് എക്സ്പീരിയൻസ് യഥാർത്ഥത്തിൽ നമ്മൾ പെർസെപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി എന്താണ്? സെൻസറി അഡാപ്റ്റേഷൻ. Sensory adaptation, this refers to the decreased responsiveness of our sensory system to a constant stimulus while it affects our sensitivity. Example, getting used to smell. എന്ന് പറഞ്ഞാൽ it doesn't fundamentally change the nature or interpretation of the stimulus itself in the way that attention or past experience does. പാസ്റ്റ് എക്സ്പീരിയൻസും അറ്റൻഷനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ അത് അതിൻ്റെ സറൗണ്ടിങ്സിനെയോ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷനെയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, സെൻസറി അഡാപ്റ്റേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ്സ് മോർ അബൌട്ട് ടേണിങ് ഔട്ട് ആൻഡ് ചേഞ്ചിങ് ഇൻഫർമേഷൻ. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വെൻ യു എൻ്റർ എ റൂം വിത്ത് എ സ്ട്രോങ് പെർഫ്യൂം. സെൻസറി അഡാപ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ളതാണ്, നമ്മളൊരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ മണം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇറ്റ് ഫീൽസ് ഓവർവെൽമിങ്. ഫസ്റ്റ് നമുക്ക് അതെന്ത് ചെയ്യും, അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ തോന്നും ഭയങ്കര മണമുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നും. ബട്ട് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് യു ഹാർഡ്ലി നോട്ടീസ് ഇറ്റ് എനിമോർ. കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു 1 hour നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് എന്ത് ചെയ്യില്ല, പിന്നെ നമ്മുടെ അടുത്തേക്ക് വരില്ല. നമുക്ക് നമ്മളെന്താ തോന്നുന്നത്, ആ സ്മെല്ലില്ല എന്ന് തോന്നും. പക്ഷേ ആ സ്മെല്ല് അവിടെ ഇല്ലാതായിട്ടില്ല, ആ സ്മെല്ല് അവിടെ കറക്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു സെൻസറി ഇൻഫർമേഷനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. യു ഹാർഡ്ലി നോട്ടീസ് ഇറ്റ് എനിമോർ ബിക്കോസ് യുവർ ഓൾഫാക്ടറി സിസ്റ്റം ഹാസ് അഡാപ്റ്റഡ് ടു ദ കോൺസ്റ്റന്റ് സ്മെൽ. അതുപോലെ അത് ഓൾഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതുപോലെ എല്ലാ സെൻസറി ഇൻഫർമേഷൻസിനൊക്കെ അഡാപ്റ്റേഷൻ സംഭവിക്കുമ്പോൾ അത് സെൻസറി അഡാപ്റ്റേഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിനെ പറയും എന്നുള്ളതാണ്. അതാണ് സെൻസറി അഡാപ്റ്റേഷൻ. ഓക്കെ, ഓപ്ഷൻ ഡി ലാംഗ്വേജ് ആണ്. Language. The language we speak provides categories and concepts of understanding the world. It can influences how we think about and perceive various aspects of our environment such as colors, emotions, social situations. For example, cultures with more words for specific colors might perceive finer distinction between them. എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് നമ്മുടെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത് അറ്റൻഷനും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പാസ്റ്റ് എക്സ്പീരിയൻസും സെൻസറി അഡാപ്റ്റേഷനും പോലെയല്ല, മറിച്ച് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ലാംഗ്വേജ് കൺവേ ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിൽ നമ്മൾ ഒരുപാട് സോഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ ലാംഗ്വേജിന് വലിയ എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ലാംഗ്വേജ് നമ്മുടെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യൂല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഈ ആൻസർ 4 ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ആൻസർ ഒന്ന് ജസ്റ്റ് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ അനാലിസിസ്, അറ്റൻഷൻ, പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ലാംഗ്വേജ് ആർ all significant factors that effectively shape and influence how we perceive the world around us.
നമ്മുടെ ചുറ്റുപാടുള്ള ലോകത്തെ നമ്മൾ പെർസീവ് ചെയ്യുമ്പോൾ അതിൽ അറ്റൻഷൻ ഒരു ഫാക്ടറാണ്, പാസ്റ്റ് എക്സ്പീരിയൻസ് ഒരു ഫാക്ടറാണ്, ലാംഗ്വേജും ഒരു ഫാക്ടറാണ്. നമ്മൾ ഓപ്ഷനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതൊരു ഫാക്ടറാണ്. ആർ സിഗ്നിഫിക്കൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ആക്റ്റീവ്ലി ഷേപ്പ് ആൻഡ് ഇൻഫ്ലുവൻസ് ഹൗ വി പെർസീവ് ദ വേൾഡ് അറൗണ്ട് അസ്. Sensory adaptation, while related to the sensory processing, is distinct from these interpretive influence. So സെൻസറി അഡാപ്റ്റേഷൻ ഈ മൂന്നെണ്ണത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അത് പെർസെപ്ഷൻ എന്ത് ചെയ്യുന്നില്ല, അത് അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. മറിച്ച് അത് അവിടെ അഡാപ്റ്റേഷൻ എന്താണ് സംഭവിക്കുന്നത്, സെൻസറി ഇൻഫർമേഷൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു സ്മെല്ലുള്ള റൂമിലേക്ക് കയറുമ്പോൾ ആ ഓൾഫാക്ടറി എന്താണ്, ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യാണ്, അത് ഒരു അഡാപ്റ്റേഷൻ സംഭവിക്കുകയാണ്. സോ അതാണ് സെൻസറി അഡാപ്റ്റേഷന് സംഭവിച്ചിട്ടുള്ളത്. ബാക്കി മൂന്നെണ്ണം യഥാർത്ഥത്തിൽ എന്താണ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. Therefore, the option that most appropriately influence perception is A. Attention, B. Past experience, D. Language. The combination of attention, past experience and language directly shapes our perceptual interpretations and understanding of sensory input. Okay, അപ്പം ഏതാണ് ആൻസർ വരിക? Which of the following influences the perception എന്ന് ചോദിച്ചാൽ അറ്റൻഷൻ എ ബി ഡി. ഏതാണ് നാലാമത്തെ എ ബി ഡി. ഓക്കെ, 2025 ചോദിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു, എങ്ങനെ ലഭിച്ചു എന്നുള്ളത് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനിൽ ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർസെപ്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വെബേഴ്സ് ലോ നമ്മൾ പഠിച്ചതാണ്. വെബേഴ്സ് ലോ എന്നുള്ളത് സൈക്കോ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ് വെബേഴ്സ് ലോ. എന്താ നോക്കാം. ഇനി വെബേഴ്സ് ലോ ഡെൽറ്റ ഐ ബൈ ഐ ഈസ് ഈക്വൽ ടു കെ. ഡെൽറ്റ ഐ സ്റ്റാൻഡ്സ് ഫോർ, ഡെൽറ്റ ഐ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? 2022 ഒക്ടോബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോട്ടീസബിൾ ഡിഫറൻസ് ആണോ, പോയിന്റ് ഓഫ് സബ്ജക്റ്റീവ് ഈക്വാലിറ്റി ആണോ, കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ആണോ, ഡിഫറൻഷ്യൽ ത്രെഷോൾഡ് ആണോ? നോക്കാം. Weber's law explains that perception of intensity of a stimulus grows at a slower rate than the actual physical intensity. When dealing with intense stimuli, high initial intensity, larger changes are necessary for the stimulus discrimination, detection than those who less sensitive ones. നമുക്കറിയാം യഥാർത്ഥത്തിൽ വെബേഴ്സ് ലോ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റിമുലസിൻ്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുന്ന രീതി, അത് അറിയുന്നത്, അത് നമ്മൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് അറിയുന്നത് ഏത് ടൈമിലാണ്, എത്ര ഒരു സ്റ്റിമുലസിൻ്റെ ആ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് എടുക്കുമ്പോൾ ആ ഒരു സ്റ്റിമുലസ് എത്ര കൂടിയാലാണ് നമ്മൾ പെർസീവ് ചെയ്യാൻ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വെബേഴ്സ് ലോ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഫോർമുലയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണ്? ഡെൽറ്റ ഐ ബൈ ഐ ഈസ് ഈക്വൽ ടു കെ. ഇതിൽ ഐ എന്നുള്ളത് ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്റ്റിമുലസ് ആണ്. ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്റ്റിമുലസ് അഥവാ ആ സ്റ്റിമുലസിന് മാറ്റം സംഭവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. സോ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ആ ഒരു ഇൻറ്റൻസിറ്റിയാണ് ഐ എന്ന് സൂചിപ്പിക്കുന്നത്. ഡെൽറ്റ ഐ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഡെൽറ്റ ഐ എന്ന് പറഞ്ഞാൽ മിനിമം ചേഞ്ച് ഓഫ് സ്റ്റിമുലസ് ഇൻറ്റൻസിറ്റി റിക്വയർഡ് ടു ഡിറ്റക്റ്റ് എ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചേഞ്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ ആവശ്യമായ മിനിമം എമൗണ്ട് ഓഫ് സ്റ്റിമുലസ് ഇൻറ്റൻസിറ്റി ആണ് ഡെൽറ്റ ഐ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതാണ് ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് ഓർ ഡിഫറൻഷ്യൽ ത്രെഷോൾഡ്. മനസ്സിലാക്കുക, ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ട് ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല, മറിച്ച് നമുക്ക് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് എന്ത് ചെയ്യാം, നേരത്തെ ചെക്ക് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഓപ്ഷനിൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. കെ എന്നുള്ളത് വെബേഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ വരുന്ന ഡെൽറ്റ ഐ കെ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റും. We don't notice the absolute change in a stimulus, but the relative change. റിലേറ്റീവ് ചേഞ്ച് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അബ്സൊല്യൂട്ട് ചേഞ്ച് ചെക്ക് ചെയ്യുന്നില്ല, പക്ഷേ റിലേറ്റീവ് ചേഞ്ച്. ഇപ്പോൾ ഒരു ഡാർക്ക് റൂമിൽ ഒരു ക്യാൻഡിൽ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റും ചേഞ്ച് എന്താണ് എന്നുള്ളത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു ഏകദേശം 100 അല്ലെങ്കിൽ 200 ക്യാൻഡിൽ കത്തിച്ചു കൊടുത്ത് ഒരു ക്യാൻഡിൽ എക്സ്ട്രാ കത്തിച്ചാൽ നമുക്കതെന്തായില്ല, നോട്ടീസബിൾ അല്ല. അതാണ് റിലേറ്റീവ് ചേഞ്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഐ ഇൻ ദ വെബേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ത്രെഷോൾഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് മീൻസ് ദ സ്മോളസ്റ്റ് ഡിഫറൻസ് ഇൻ സ്റ്റിമുലസ് ഇൻറ്റൻസിറ്റി ദാറ്റ് പേഴ്സൺ ക്യാൻ ഡിറ്റക്ട്. ഒരാൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത് തന്നെയാണ് ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിളായിട്ട് പറയാറുള്ളത് ഷുഗർ ആഡ് ചെയ്യുന്നത് അല്ലേ. ഷുഗർ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഷുഗർ ആഡ് ചെയ്തു, നല്ലോണം അതെന്ത് ചെയ്തു, സ്റ്റെയർ ചെയ്തിട്ട് അത് കുടിച്ചു, അപ്പോൾ അതിന് ഷുഗർ ഉണ്ട്.
ആ ഒരു ഷുഗറിൽ നിന്ന് ഷുഗർ കൂടി എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ വോളിയായിട്ട് ബന്ധപ്പെട്ടൊരു എക്സാമ്പിൾ പറയാണ്ട്, കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വോളിയം, ആ സൗണ്ടിൽ നിന്ന് വോളിയം കൂടി എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ഡിഫറൻസ് അവിടെ, അതാണ് എന്ത് ഡിഫറൻഷ്യൽ ത്രഷോൾഡ് എന്ന് നമ്മൾ പറയുന്നത്, ഡെൽറ്റ ഐ, ആ ഒരു മാറ്റം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, വെയിറ്റ് എടുക്കുകയാണ്, ഇഫ് യു ഹോൾഡ് 100 gram യു മേ നോട്ടീസ് എക്സ്ട്രാ 5 gram. 100 ഗ്രാമിൽ 5 ഗ്രാം കൂടി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ നോട്ടീസ് ചെയ്യും. ബട്ട് ഇഫ് യു ഹോൾഡ് 1 kilogram യു മേ നീഡ് ടു 50 gram മോർ ടു നോട്ടീസ്, അല്ലേ? അപ്പം 1 കിലോനാണെങ്കിൽ 5 ഗ്രാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല, അവിടെ 50 ഗ്രാമിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. സോ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് വെബേഴ്സ് ലോയിൽ ഡിഫറൻഷ്യൽ ത്രഷോൾഡ് എന്ന് പറയുന്നത്, അഥവാ ഡെൽറ്റ ഐ പറയുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അല്ലേ? എന്താണ് കൊടുത്തിട്ടുള്ളത്? വെബേഴ്സ് ലോയിൽ ഡെൽറ്റ ഐ എന്താണെന്ന് ചോദിച്ചു, അവർ കൊടുത്തു നോട്ടീസബിൾ ഡിഫറൻസ്. എന്തിനാ ഈ നോട്ടീസബിൾ ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? നമ്മൾ കൺഫ്യൂഷൻ ആക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ആ ഒരു JND എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് എന്നാണ് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഐ എന്നുള്ളത്. പക്ഷേ നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഇതിലേക്ക് പോകും. സോ അതിനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പോയിന്റ് ഓഫ് സബ്ജക്റ്റീവ് ഈക്വാലിറ്റി അല്ല, കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ല. നമ്മൾ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ 4 ഡിഫറൻഷ്യൽ ത്രഷോൾഡ് ആണ് ആൻസർ. സോ പെർസെപ്ഷനും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. സെൻസേഷനായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് നമ്മളെ സെൻസേഷനായിട്ട് ബന്ധപ്പെട്ട തിയറീസ്, അത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ തിയറീസ് ഓഫ് സെൻസേഷനായിട്ട് ബന്ധപ്പെട്ട് സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സെൻസേഷനിൽ. സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമിൻസ് ആർ അസ്യൂംഡ്, ഒബ്സർവേഴ്സ് ആൻഡ് സെൻസിറ്റിവിറ്റി, സെൻസറി ത്രഷോൾഡ്, റെസ്പോൺസ് ബയാസ്, ഡിസിഷൻ ബയാസ്. സോ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. 3ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കുക, നിങ്ങൾ സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഏതാണ് ആൻസർ വരിക എന്നുള്ളത്. അപ്പം നമ്മുടെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്നുള്ള ഭാഗത്ത് ഇനിയും ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞ പോലെ തിയറീസ് ഓഫ് സെൻസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹാപ്റ്റിക് പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇപ്പോൾ പെർസെപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് എടുത്ത ഏകദേശം 8 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനാലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു 13 ക്വസ്റ്റ്യൻസ്, 13ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്നുള്ള ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും അതിൽ തന്നെ കൂടുതൽ ചോദിച്ചത് ഏതാണ്, പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു പാറ്റേൺ ഇപ്പോൾ വേബേഴ്സ് ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെയും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ പ്യുവർ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഓരോ ഏരിയ, പ്രത്യേകിച്ച് നമുക്കറിയാം പെർസെപ്ഷനും സെൻസേഷനും ഒക്കെ കുറേ ഏരിയ ഉണ്ട്. ഓൾ ഫാക്ടറി തുടങ്ങിയിട്ടുള്ള നമ്മുടെ സെൻസറി ഓർഗൻസിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, വ്യത്യസ്ത ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു പാറ്റേൺ, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് ഒരിക്കലും ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ തിയറീസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ട്രൈക്രോമാറ്റിക് തിയറി, ഒപ്പോണന്റ് പ്രോസസ് തിയറി ഒക്കെ ഇതിൽ വരുന്നതാണ്, സെൻസേഷൻ്റെ തിയറീസിൽ വരുന്നതാണ്. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺസ് അനുസരിച്ച് ഇനി വരുന്ന എക്സാമിന് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വെച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്ലാസ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി യൂണിറ്റ് 5 ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ലേണിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ യൂണിറ്റ് 5 കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മെമ്മറിയാണ്. ഫസ്റ്റ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ കൊടുക്കേണ്ടത് മെമ്മറിക്കാണ്. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ലേണിംഗ്, പിന്നെ അറ്റൻഷന്, പിന്നെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷന്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതോടുകൂടി ഈ ക്ലാസ് നമ്മുടെ യൂണിറ്റ് 5 സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ അവസാനിക്കുകയാണ്. ഇനി ലേണിംഗ് പ്രോസസ്സിൽ എന്നുള്ള ക്ലാസ്സിലൂടെ എന്നൊരു ടോപ്പിക്കുമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.